അതെ, അടുക്കളയിൽ പോയാലോ? വായോ ഒന്ന് നമുക്കൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാമെന്നേ. ഇപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ നമ്മുടെ പെരിഞ്ജീരകമില്ലേ, പെരിഞ്ജീരകം ഇട്ട് പൊട്ടിച്ചു. അതുപോലെ വെളുത്തുള്ളി ഒരു കുടം, ഇഞ്ചി ഒരു 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി കല്ലിലിട്ട് ചതച്ച്, ഇഞ്ചിയും കൂടെ നല്ലോണം വാട്ടി കണ്ടു. കളർ മാറിയപ്പോൾ ഒരു 4 സബോള, ഇത്തിരി വലിയ സബോള തന്നെ ആയിക്കോട്ടെ കേട്ടോ, മസാല ഉണ്ടായിക്കോട്ടെ. നല്ല വലിയ സബോള എടുത്തത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അത്ര ചെറുതാക്കിയൊന്നുമല്ല, എന്നാലും ചെറുതാക്കി അരിഞ്ഞോ. എന്നിട്ട് ഇതേ ഒരു 10-20 ചെറുള്ളി എടുത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ചെറുള്ളി ഭയങ്കര ടേസ്റ്റല്ലേ എല്ലാ കറിയിലും ഇങ്ങനെ ഇടുമ്പോൾ. അപ്പോൾ ദേ രണ്ടും കൂടെ നല്ലോണം വാടാൻ വേണ്ടിയിട്ട് എന്താണ്, നമ്മുടെ ഉപ്പിനെ ഇപ്പോൾ ഇടും ഞാൻ അതിൽ. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ആദ്യം ഇട്ടു കണ്ടുവോ, കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം വാട്ടുക. അതേ കറിവേപ്പില ഞാൻ നേരത്തെ ഇടേണ്ടതായിരുന്നു, ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടില്ലേ, അപ്പോൾ ഇടണമായിരുന്നു, മറന്നുപോയി. പിന്നെ ഇപ്പോഴും ഓർമ്മ വന്നത്. അയ്യോ, മസാല ആയിട്ട് മല്ലിപ്പൊടി 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 2 ടീസ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി ഇവിടെ നല്ല എരിവാണ് ഞണ്ട് കറിയിൽ, അതുകൊണ്ട് നല്ലോണം എരിവിട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവരവരെ എരിവെന്ന് വെച്ചാൽ ആ പാകത്തിന് ഇട്ടോളം. 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇട്ടിട്ട് ഇളക്കുന്നു. ആ പച്ചക്കുത്ത് ഒരു 10-20 സെക്കൻഡ് നേരം ഇളക്കിയാൽ മതി കേട്ടോ, ആ പച്ചക്കുത്തൊന്ന് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ നമ്മുടെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനും കൂടെ നല്ലോണം വാട്ടുക. എന്നിട്ട് അത് വാടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് ചൂടുവെള്ളമില്ലേ, അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എണ്ണ തെളിയും. എന്തെങ്കിലും ഇത് വെള്ളം വറ്റുമ്പോൾ അതിനർത്ഥം എന്താണ്, മസാലയൊക്കെ സെറ്റായി എന്നാണ്. എന്നിട്ട് നമ്മുടെ കഴുകി വെച്ച ഞണ്ടില്ലേ, അത് എടുത്തിട്ട് കൊടുക്കുക. കണ്ട ഞണ്ട് ഇട്ടു. ഇനി തീ കുറയ്ക്കണം. തീ കുറച്ചിട്ട് അടി തട്ടി ഇളക്കി എടുക്കണം, അല്ലെങ്കിൽ അടിയിലത് ഈ മസാലയൊക്കെ കരിയും. തീ കൂട്ടരുത്. എന്നിട്ട് ഇളക്കി സെറ്റായതിന് ശേഷം ഒരു മീഡിയം തീയിൽ ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോഴും ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഇപ്പോഴും ഒരു 1/4 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, അടച്ച് വെക്കുക. എന്നിട്ട് തള വന്നില്ലേ, കണ്ടുവോ, തള വന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിനെ അടച്ച് വെച്ചു. ഉപ്പിട്ടിട്ടില്ല. ഈ കടലിൽ നിന്ന് പിടിക്കുന്ന ഇതിനൊക്കെ തിളച്ചതിന് ശേഷം ഉപ്പിട്ടാൽ മതി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ ഉപ്പ് ഇറങ്ങൂത്ര. അപ്പം നമ്മൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പം ഞാൻ വീണ്ടും ഉപ്പിട്ടു. എന്നിട്ട് ഇത് അടച്ചു വെച്ചു, അടച്ചു വെച്ചു. പിന്നെ തുറന്നപ്പോൾ വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് വറ്റി. അതിൻ്റെ ഇടയിൽ ഞാൻ 1-2 വട്ടം എടുത്ത് ഇളക്കിയായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അതുപോലെ ഇടയ്ക്ക് നോക്കി ഇളക്കി വെക്കുക. അതുപോലെ തന്നെ കുറച്ച് മസാലയും ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് നല്ല റോസ്റ്റാക്കി വെക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട്